പവിത്രത്തിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മുത്തശ്ശി വേദയോട് വിക്രത്തിനെ വിളിച്ചോണ്ട് വരാൻ പറയുന്ന സമയത്തിന് വേദ പോയിട്ട് വിക്രം വിക്രം എന്നിങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ സുഗതാകര, അവൻ അവളെ പേരെടുത്തിട്ടാണ് വിളിക്കുന്നത് എന്ന് ചോദിക്കും. ഏതായാലും ഞാൻ ഇപ്പൊ വരാം എന്നൊക്കെ പറഞ്ഞു വേദിയുടെ പുറകെ പോവാൻ നിൽക്കായിരിക്കട്ടെ മുത്തശ്ശി. ഇത് കാണുന്ന സമയത്തിന് നന്ദിനിക്കും വിനായകനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. നന്ദിനി വിനായകനും വിഷുവൊക്കെ മുത്തശ്ശിയുടെ കൂടെ പോവാൻ നോക്കുന്ന സമയത്തിന് മുത്തശ്ശി ചോദിക്കുന്നതിന്, അല്ല നിങ്ങൾ എങ്ങോട്ടേക്കായി പോകുന്നത്, നിങ്ങൾ എവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ മുത്തശ്ശി പോവും. മുത്തശ്ശി എന്നിട്ട് വേദയോട് ചോദിക്കുന്നതിന്, മോളെ വേദയെ, നീ വിക്രത്തിന്റെ പേരെടുത്താണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് എന്താ മുത്തശ്ശി എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട്, അല്ല അത് മതി, ഏട്ടാ എന്നൊക്കെ വിളിക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനാ, പക്ഷേ അങ്ങനെ പേരെടുത്ത് വിളിക്കുവാണെങ്കിൽ കുറച്ച് ഓമനത്വത്തോടു കൂടി വിളിക്കണം. അപ്പോൾ അതെങ്ങനെയാ മുത്തശ്ശി എന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പേരെടുത്ത് വിളിക്കുന്ന സമയത്തിന് എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ആയിരുന്നു. അതുകൊണ്ട് പേരിന്റെ ആദ്യാക്ഷരമായിരുന്നു ഞാൻ വിളിച്ചിരുന്നത്. ഗിരിജ വല്ലഭൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി ഞാൻ ഗീ എന്നായിരുന്നു വിളിച്ചത് എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മോളും വിളിച്ചോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അത് പിന്നെ മുത്തശ്ശി വി എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖമില്ലാത്തതുപോലെ, എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ വി എന്ന് വിളിക്കണ്ട, അതിന്റെ കൂടെ ക്രൂ എന്നും കൂടി ചേർത്തോ എന്ന് പറയുന്ന സമയത്തിന് ആ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ വിക്രമിനെ വിളിക്കട്ടോ, വിക്രു വിക്രു എന്നങ്ങ് വിളിക്കും. മോനെ വിക്രു എന്നിങ്ങനെ വേദ വിളിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വരട്ടോ. ഇവളെ ഞാൻ എന്നുണ്ടല്ലോ, എന്താണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ദേഷ്യപ്പെട്ട് വിക്രം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കും വേദിയുടെ കൂടെ മുത്തശ്ശിയെ കാണുന്നത്. ആ സമയത്തിന് വിക്രം ഇനി ഒന്നും മിണ്ടുന്നില്ല. മുത്തശ്ശി ചോദിക്കുന്നത്, എന്താ മോനെ വിക്രം നിനക്ക് വേണ്ടത്, ഇവളെ കൊണ്ട് ഞാനാ അങ്ങനെ വിളിപ്പിച്ചത്, എനിക്കായിരുന്നു നിന്നെ കാണേണ്ടത്, വിക്രമോൻ ഒന്നിങ്ങ് വന്നേന്ന് പറയാണ് മുത്തശ്ശി. അങ്ങനെ വിക്രമിനെ കൂട്ടിയിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാവട്ടോ. എല്ലാവരോടായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ അങ്ങനെ നിങ്ങൾ എല്ലാവരും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചോളൂ, നമ്മളെല്ലാവരും തറവാട്ടിലേക്ക് പോകുന്നു എന്ന് പറയണേ. ആ സമയത്തിന് എന്തിനാ നമ്മളിപ്പോൾ തറവാട്ടിലേക്ക് പോകുന്നതമ്മയെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സുധാകരനോട് മുത്തശ്ശി പറഞ്ഞിട്ട്, ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബക്ഷേത്രത്തിൽ നടത്തേണ്ട ചടങ്ങൊക്കെ നീ മറന്നോ, മൂത്ത 2 പേരും ചടങ്ങുകളെല്ലാം തന്നെ അവിടെ വെച്ച് നടത്തിയതല്ലേ. എന്നിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശി പറഞ്ഞിട്ട്, വിക്രം കുടുംബക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ 2 പേരും പരസ്പരം മാറിയിടണം. അപ്പോഴേക്കും അതൊന്നും ശരിയാവില്ല മുത്തശ്ശി എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, മോനെ വിക്രം, ഞാൻ നിന്റെ അടുത്ത് അഭിപ്രായം പറയാനല്ല പറഞ്ഞത്, ഞാൻ നിന്നോട് അങ്ങ് അനുസരിക്കാനാണ് പറഞ്ഞത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് സുധാകരൻ പറയുന്നുണ്ട്, അമ്മേ അതൊന്നും നടക്കില്ല എന്ന് പറയും. ആ സമയത്തിന് മുത്തശ്ശി പറഞ്ഞിട്ട്, മോനെ സുധാകര, ഈ തീരുമാനം എന്റേതാണ്, ഈ അമ്മയുടെ തീരുമാനം മാറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ആ സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എല്ലാ ചെലവും, ഭക്ഷണത്തിലെ ചെലവും അങ്ങനെ എല്ലാ ചെലവും എൻ്റേതായിരിക്കും, ഇനി ആ കാര്യം ആലോചിച്ച് നിങ്ങൾ ആരും വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് അച്ഛമ്മ എല്ലാവരോടും ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. വിനായക, നാളെ രാവിലെ എല്ലാവർക്കും പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി ഇവിടെ എത്തണം. അപ്പോൾ ശരി മുത്തശ്ശി എന്ന് പറയും. വിഷുവിനോട് പറയുന്നുണ്ട്, വിശ്വ, നാളെ എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്, അതിനുള്ള ക്യാഷൊക്കെ നിനക്ക് ആദ്യമേ ഞാൻ തന്നേക്കാമെന്ന് പറയുന്ന സമയത്തിന്, അതിനെന്താ മുത്തശ്ശി, അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തോളാമെന്ന് പറയണ വിശ്വം. എന്നിട്ട് നന്ദിനിയോട് പറഞ്ഞിട്ട്, നന്ദിനി, നീ വേണം ഇവിടെ നിന്ന് പുറപ്പെടുന്നത് മുതലുള്ള എല്ലാ വീഡിയോസും എടുക്കേണ്ടത്, ആ കാഴ്ചകളെല്ലാം തന്നെ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടതാന്ന് പറയുന്ന സമയത്തിന്, ശരി മുത്തശ്ശി ചെയ്തോളാമെന്ന് നന്ദിനിയെ സമ്മതിക്കണേ. അങ്ങനെ ഏതായാലും പ്ലാൻ ചെയ്തതുപോലെ എല്ലാവർക്കും നമുക്ക് പോവാമെന്നൊക്കെ തീരുമാനിക്കണേ. പിന്നീട് കാണിക്കുന്നത്, അന്ന് രാത്രി ഏതായാലും വേദ വിക്രമിന്റെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തിന് കയ്യിൽ ഒരു ഗ്ലാസ് പാലുണ്ടായിരിക്കും. മിസ്റ്റർ വെട്ടുപോത്ത് എന്ന് വിളിച്ചുകൊണ്ട് വരികയായിരിക്കട്ടോ. അയ്യോ മുത്തശ്ശി ഇട്ട പേര് ഞാൻ അങ്ങ് മറന്നു, ഹലോ മിസ്റ്റർ വിക്രൂസ് എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ വിക്രത്തിനങ്ങ് ദേഷ്യം വരിക കേട്ടോ. വിക്രത്തിനങ്ങ് ദേഷ്യം വന്നിട്ട് പറഞ്ഞിട്ട്, ആ തള്ള ചെയ്താലും ഇവിടെ നിന്ന് പോവല്ലോ, അപ്പോൾ അത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നിങ്ങനെ പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, എന്താ മിസ്റ്റർ വിക്രം നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളോട് എത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ആ മുത്തശ്ശി സംസാരിക്കുന്നത്, എന്നിട്ടിപ്പോൾ നിങ്ങൾ അവരെ എങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വേദ ഏതായാലും കൊണ്ടുവന്ന പാലങ്ങ് കൊടുക്കുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, ഇതെന്താ പുതിയൊരു ഏർപ്പാടെന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, ഇത് ഞാനായിട്ടില്ല, മുത്തശ്ശി പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അപ്പോൾ വിക്രം പറഞ്ഞിട്ട്, ഇതെനിക്കൊന്നും വേണ്ട, ഇത് ആ തള്ളയുടെ തലയിൽ അങ്ങ് പൊഴിക്കുക എന്ന് പറയുന്ന സമയത്തിന് ശരി എന്നൊക്കെ പറഞ്ഞ് പാലുമായിട്ട് വേദ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, നിൽക്കടെ എവിടെ, നീ എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ വേദ പറഞ്ഞിട്ട്, വിക്രമല്ലേ പറഞ്ഞത് ആ തള്ളയുടെ തലയിൽ കൂടി ഒഴിക്കാൻ, ഞാൻ അത് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പാല് കൊണ്ട് പോവാണ്. ആ സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, എന്തൊരു അനുസരണ. അങ്ങനെ പാല് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, വേണ്ട വിക്രം, ഞാൻ പോയിട്ട് ആ തലയുടെ തലയിൽ കൂടി ഒഴിച്ചിട്ട് വരാമെന്ന് പറയുന്ന സമയത്തിന്, ഇങ്ങോട്ടേക്ക് തരാനല്ലേടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പാലങ്ങ് വാങ്ങിക്കും. ഏതായാലും ഞാൻ ഈ പാല് കുടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് വിക്രം പാല് കുടിക്കാട്ടോ. ആ സമയത്തിന് വേദ ചോദിക്കുന്നത്, അല്ല വിക്രം, പോകുന്ന സമയത്ത് നാളത്തേക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യാനുണ്ടോ, പാക്ക് ചെയ്യാൻ ഞാനും കൂടെ സഹായിക്കാമെന്ന് പറയണ വേദ. ആ സമയത്തിന്, അയ്യോ നാളെ പോകുന്ന സമയത്ത് നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാതിരിക്കുമോ എന്ന് ചോദിക്കാണ് വിക്രം. അന്നേരം വേദ ചോദിക്കുന്നത്, അതെങ്ങനെയാണ് നടക്കുന്നത് വിക്രം, ഞാനല്ലേ പ്രധാനപ്പെട്ട അട്രാക്ഷൻ, നമുക്ക് എല്ലാവർക്കും ചേർന്നിട്ട് അടിച്ചു പൊളിച്ച് വരാന്നേ, എങ്കിൽ നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിന് വേദ അവിടെ നിന്ന് പോവാണേ.
അങ്ങനെ വിക്രവും വേദയും ഏതെങ്കിലും കിടന്നുറങ്ങാൻ പോവുകയാണ്. പിന്നീട് അങ്ങനെ രാത്രിയാവുന്ന സമയത്ത് തന്നെ മുത്തശ്ശി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് വരുന്ന സമയത്തായിരിക്കും വേദ ഇങ്ങനെ നിലത്ത് പായും വിരിച്ചിട്ട് ഹാൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുന്നത്. മുത്തശ്ശി വന്ന് ചോദിക്കുന്നതിന് മോളെ വേദ നീ എന്താ ഇവിടെ നിലത്ത് പാ വിരിച്ച് കിടക്കുന്നത്, വിക്രമായിട്ട് വഴക്കിട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല മുത്തശ്ശി എന്ന് പറയുന്ന സമയത്തിന് പിന്നെന്താ പിണക്കാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി എന്ന് പറയും. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് പറയുന്ന സമയത്തിന് എന്തിനാ മുത്തശ്ശി എന്ന് ചോദിക്കുന്ന സമയത്തിന് നിന്നോട് അവിടെ നിന്നും എഴുന്നേൽക്കാനല്ലേ പറഞ്ഞത്, എഴുന്നേൽക്കുന്ന സമയത്തിന് ആ പായം തലേണ കൂടി ചുരുട്ടിയെടുത്തോ, എന്നിട്ട് നീ എൻ്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേദയും കൂടിയിട്ട് വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ വാതിൽ മുട്ടുന്ന സമയത്തിന് ആരാന്ന് ചോദിക്കാണ് വിക്രം. അപ്പോൾ ഇത് ഞാനാടാ എന്നിങ്ങനെ പറയുന്ന സമയത്തിന് അയ്യോ പേടിച്ച് വിരച്ചുകൊണ്ടതിന് വിക്രം പോയിട്ട് വാതിലിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്തിന് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മുത്തശ്ശിയാണ് കാണുന്നത്. എന്നിട്ട് മുന്നിൽ നിന്നങ്ങ് മാറിയെന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കട്ടെ മുത്തശ്ശിയും വേദയും അകത്തേക്ക് കയറി വരുന്നത്. മുത്തശ്ശി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് വല്ല മാറാരോഗമുണ്ടോ വിക്രം, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ പ്രത്യേകം പൂജ ചെയ്ത് പ്രാർത്ഥിച്ചേക്കാമെന്ന് പറയുന്ന സമയത്തിന് എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ വിക്രം. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ ഇവിടെ എവിടെ നിന്നും മാറ്റിയിട്ട് നിലത്ത് കെടുത്തിയേക്കുന്നത്, ഇങ്ങനെ പുതുമോടി ആയിരിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്ന് കഴിയാൻ പറ്റുമോ, നിന്റെ പ്രായത്തിലുള്ള ചെക്കന്മാരൊന്നും ഇപ്പൊ ഈ സമയത്ത് ഫോൺ നിലത്ത് വെക്കാറേയില്ല, സ്നേഹിച്ച പെണ്ണുകളുമായിട്ട് നിർത്താതെ അങ്ങനെ സെല്ലപിച്ചുകൊണ്ടേയിരിക്കും, പുറത്തു നിന്ന് കണ്ടതും കാണാൻ പോകുന്നതുമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവരോട് ഇങ്ങനെ സെല്ലപിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഇന്നേ വരെ വേദയെ നല്ല രീതിയിൽ നിന്ന് സ്നേഹത്തോട് വിളിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വരണേ. വിക്രം ചോദിക്കുന്നത് എന്ന് കരുതിയിട്ട് എപ്പോഴും അവളോട് ഇങ്ങനെ സ്നേഹത്തോട് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല, പക്ഷേ ആവശ്യമുള്ളപ്പോഴെങ്കിലും നിനക്ക് അങ്ങനെയുള്ള സ്നേഹത്തോടൊന്ന് വിളിച്ചൂടെ, അപ്പോൾ ആവശ്യം വന്നില്ലായിരിക്കും അതായിരിക്കും ഞാൻ വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞു നോക്കുകയാണ് വിക്രം. വിക്രം പറയുന്നൊരു മുത്തശ്ശി അവൾക്ക് വലിയ ഹാളിൽ പായും വിരിച്ചിട്ട് നിലത്ത് വിരിച്ച് കിടക്കുന്നതാ ഇഷ്ടം എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന്റെ മുത്തശ്ശി പറയുന്നിട്ട് ആഹാ അത് കൊള്ളാലോ, എങ്കിൽ പിന്നെ ഈ റൂം അങ്ങ് ഇടിച്ചു പൊളിച്ച് വലിയ ഹാളാക്കിയിട്ട് ഇവിടെ രണ്ടുപേർക്കും അങ്ങ് ഒന്നിച്ച് കിടക്കാലോ എന്ന് പറയും. എന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട് വേദ ഇവിടെ നിനക്ക് കിടക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇല്ല മുത്തശ്ശി എന്ന് പറയും വേദ. ആ സമയത്തിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ മുത്തശ്ശി എന്ന് പറയാണ് വിക്രം. അപ്പോൾ നിനക്ക് എന്ത് ബുദ്ധിമുട്ടാണെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശി ഇവിടെ വലിയ ഒച്ചത്തിൽ അങ്ങ് കൂർക്കം വലിക്കും. അന്നേരം അയ്യോ ഞാനോ എന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് ആ കൂർക്കം വലിക്കുന്നവർ സ്വയം അറിയാറില്ല എന്നൊക്കെ പറയാണ് വിക്രം. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ കൂർക്കം വെക്കുന്നുണ്ടെങ്കിൽ നീ രണ്ട് ചെവിയിലും പഞ്ഞി വെച്ചങ്ങ് കിടന്നുറങ്ങിയാൽ മതി, മോളെ വേദേ നീ ഏതായാലും ഇവിടെ തന്നെ കിടക്ക്, ഇനി ഇവളെങ്ങാനും താഴെ കിടക്കുന്നതെങ്ങാനും ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ അങ്ങ് അറിയുമെന്നൊക്കെ പറഞ്ഞ് താക്കീതും കൊടുത്തുകൊണ്ടായിരിക്കട്ടോ മുത്തശ്ശി അകത്തേക്ക് കയറി പോകുന്നത്. മുത്തശ്ശി അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് വിക്രം വാതിലടച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് വേഗം പോയിട്ട് വാതിലടക്ക്, അല്ലെങ്കിൽ ആ തള്ള വീണ്ടും കയറി വരുമെന്നായിരിക്കും വിക്രം പറയുന്നത്. എന്നാൽ വേദ ഏതായാലും ജയിച്ച ഭാവത്തിൽ വിക്രത്തിനെ ഇങ്ങനെ നോക്കി ചിരിക്കുന്ന സമയത്തിന് വേദയുടെ മുന്നിൽ ആകെ നാറി നാണം കെട്ട് ഇങ്ങനെ ചമ്മി നിൽക്കുന്ന വിക്രത്തെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ എന്നും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.